245/2023 LGS എക്സാമിന് 2023 ഡിസംബറിൽ നടന്നിട്ടുള്ള LGS എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമായാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഇതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അത് പ്ലേഗ് ബോണസാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം പ്ലേഗ് ബോണസാണ്. ഇതിൽ ആറാമത്തെ ചോദ്യം, തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരമില്ല. തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഓക്കെ. അടുത്ത ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. വിദ്യാപോഷിണി. അടുത്ത ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ആണ്. സ്വാതന്ത്ര്യ കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. അത് CP ഗോവിന്ദപിള്ളയാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. അത് ചാന്നാർ ലഹളയാണ്. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഇവിടെ തന്നിട്ടുള്ളതിൽ തലക്കൽ ചന്തു ആണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? 250 രൂപയാണ്. 250 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ. അടുത്ത ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി. അത് ലാലാ ലജ്പത് റായ് ആണ്. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ലാലാ ലജ്പത് റായ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഇവിടെ രാഷ്ട്രപതിയെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും നീക്കാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. അത് ലാഹോറാണ്. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ലാഹോറാണ്. അടുത്ത ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറിയത്. ഓക്കെ. അടുത്ത 18ാമത്തെ ചോദ്യം, താഷ്കെൻറ്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്?
തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്ത ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതായത് ഉദാരവൽക്കരണം നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി, സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR എന്നിവയാണ്. മറ്റുള്ളവയൊക്കെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മെഡിക്കൽ ഗവേഷണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് അത് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അഥവാ നബാർഡാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് നബാർഡാണ്. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഗാട്ടിൻ്റെ പിൻഗാമിയായാണ്. GAAT, ഗാട്ടിൻ്റെ പിൻഗാമിയായാണ് പിന്നീട് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇവിടെ തന്നിട്ടുള്ളതിൽ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അത് അമേരിക്കയിലേക്കാണ്. ഇന്ത്യയുടെ കയറ്റുമതി ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. ഓക്കെ, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ അത് പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ്. ഓക്കെ, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ പർവ്വത മിതശോഷ്ണ ചോലവനങ്ങളാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം കുറിഞ്ഞിമലയാണ്. കുറിഞ്ഞിമല. ഓക്കെ, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം മേടം 1. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം മേടം 1. അടുത്ത ചോദ്യം, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈയാണ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്. ഇതിൽ ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാറാണ്. കല്ലടയാർ. മലനാട് ഇല്ലാത്ത ജില്ല ആലപ്പുഴയാണ്. അവിടെ തീരപ്രദേശം മാത്രമേ ഉള്ളൂ. മലനാട് ഇല്ലാത്ത ജില്ല ആലപ്പുഴയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പമ്പ നദി വൃഷ്ടിപ്രദേശം. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശമാണ് 2235 ചതുരശ്ര കിലോമീറ്റർ. 2235 ചതുരശ്ര കിലോമീറ്ററാണ് പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. അടുത്ത ചോദ്യം, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 അടുത്ത ചോദ്യം, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം അത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായാണ്. അടുത്ത ചോദ്യം,
ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ, അത് കാൽബൈശാഖിയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ കാൽബൈശാഖി. അടുത്ത ചോദ്യം, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം പൂക്കോട് തടാകം. വയനാട് പൂക്കോട് തടാകമാണ് ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. അടുത്ത ചോദ്യം, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. പ്രത്യേകം ശ്രദ്ധിക്കുക, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ജസ്പയാണ്, ജസ്പ. ഓക്കെ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഓക്കെ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്, ഗോദാവരി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? 12%. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 12%മാണുള്ളത്. ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം, അത് ഇന്ത്യയാണ്. ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയി ഉള്ള ട്രോഫിയാണ് സ്വരാജ് ട്രോഫി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുള്ളതിൽ 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948-ലാണ്. അതുപോലെ തന്നെ MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഉചിതമായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും, അതായത് 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. അടുത്ത ചോദ്യം, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഇസ്രയേലിലെ രാഷ്ട്രീയ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? അത് ഇംഗ്ലണ്ടാണ്. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആരുടെ നോവലാണ് വല്ലി? ഓക്കെ, ഷീല ടോമിയുടെ നോവലാണ് വല്ലി. ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമി. അടുത്ത ചോദ്യം, 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ഇവരാരുമല്ല. ഓക്കെ. പോലീസ് സേനയിലെ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ്. പോലീസ് സേനയിലെ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. അടുത്ത ചോദ്യം, ശരിയായത് കണ്ടെത്തുക. ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ജിമ്മി ജോർജ് വോളിബോളുമായി ബന്ധപ്പെട്ടതാണ്. ബോബി അലോഷ്യസ് ഹൈ ജമ്പുമായി ബന്ധപ്പെട്ടതാണ്. ചിത്ര കെ സോമൻ അത്ലറ്റാണ്. ഈ 3 ശരിയായത്. പ്രീജ ശ്രീധരനും അത്ലറ്റാണ്. ഇത് തെറ്റായതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? ഇവിടെ തന്നിട്ടുള്ളതിൽ കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം മാങ്ങയാണ്.
ആപ്പിള്, കശുമാങ്ങ, സഫർജൽ എന്നിവ കപടഫലങ്ങളാണ്. അടുത്ത ചോദ്യം, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം മാംസബുക്കുകളാണ് ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം. അടുത്ത ചോദ്യം, ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ചർവണകം. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ചർവണകമാണ്. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഇരവികുളമാണ്. ഇരവികുളം നാഷണൽ പാർക്കിലെ പ്രധാന മൃഗമാണ് നീലഗിരി താർ. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? ഇവിടെ തന്നിട്ടുള്ളതിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? വെളുപ്പ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെളുപ്പ്. അടുത്ത ചോദ്യം, നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓക്കെ. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അടുത്ത ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഇവിടെ തന്നിട്ടുള്ളതിൽ 5. കുമ്മായം ചേർക്കേണ്ടത് ആസിഡ് ഗുണമുള്ള മണ്ണിലാണ്. ഇതിൽ ആസിഡ് ഗുണമുള്ള മണ്ണ് എന്ന് പറയുന്നത് pH 5 ഉള്ളവയാണ്. 7 താഴെ ആസിഡ്, 7 മുകളിൽ ആൽക്കലി. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ നോക്കാം നമുക്ക്. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. ഇതും ശരിയായ പ്രസ്താവനയാണ്. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവും, അത് തെറ്റായ പ്രസ്താവനയാണ്. ഒന്നില്ലെങ്കിൽ നിവർന്നതായിരിക്കണം അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കണം. രണ്ടും ഒരുമിച്ച് വരില്ല. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം നിവർന്നതും മിഥ്യയുമായിരിക്കും. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി. അത് വാലി ഫങ്ക് ആണ്. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി വാലി ഫങ്ക് ആണ്. അടുത്ത ചോദ്യം, ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? പെൺ ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുള്ളതിൽ ഒറ്റപ്പെട്ടത് അല്ലെങ്കിൽ തെറ്റായത് AB ഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നതാണ്. സാർവത്രിക ദാതാവ് O ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ കെ.
രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. അപ്പോൾ അതിൻ്റെ കുറവ് മൂലമാണ് അമിത രക്തസ്രാവം ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, NaCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എയ്ഡ്സുമായി ബന്ധപ്പെട്ട സംഘടനയാണ് NaCO. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത്? ഇവിടെ തന്നിട്ടുള്ളതിൽ ജലജന്യ രോഗം കോളറയാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ ജലജന്യ രോഗം. അടുത്ത ചോദ്യം, കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കോർണിയയാണ് കണ്ണിൽ മാറ്റിവെക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? മുഖക്കുരു, വർദ്ധിച്ച ആക്രമണാത്മകത, മാനസിക ചാഞ്ചാട്ടം, മുകളിൽ കൊടുത്തവയെല്ലാം. ഇതാണ് ഉത്തരം. മുകളിൽ കൊടുത്തതെല്ലാം. മുഖക്കുരു, വർദ്ധിച്ച ആക്രമണാത്മകത, മാനസിക ചാഞ്ചാട്ടം എന്നിവയെല്ലാം ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം മൂലമുണ്ടാകും. അടുത്ത ചോദ്യം, അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? നമുക്കറിയാം അർബുദത്തിൻ്റെ ലക്ഷണമാണ് അനിയന്ത്രിത കോശവളർച്ച. അടുത്ത ചോദ്യം, വിളർച്ച അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? വിളർച്ചയുണ്ടാവുന്നത് ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ്, അയേണിൻ്റെ കുറവ് മൂലമാണ് വിളർച്ചയുണ്ടാവുന്നത്. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? 2008. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം നിലവിൽ വന്ന വർഷം 2008 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായതേത്? വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? മെഡിക്കൽ കോളേജാണ് മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേരളം. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം അഥവാ BMI ബോഡി മാസ് ഇൻഡെക്സ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 18.5 to 24.9 kg/m². ഓക്കെ, 18.5 മുതൽ 24.9 വരെ kg/m² ആണ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം. ഇനി മുതൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ മാത്രം പറയാം. 81ാമത്തെ ചോദ്യം. 81ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല. 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1000 ആണ്. 1000. അടുത്തത് 83ാമത്തെ ചോദ്യം. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3/4. 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 85ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. അടുത്തത് 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്. 88ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്. 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 91 ഓപ്ഷൻ സി. അടുത്തത് 92 ഓപ്ഷൻ എ ആണ്. 93 ഓപ്ഷൻ ബി ആണ്. 94 ഓപ്ഷൻ എ. 95ന് ഉത്തരമില്ല. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ ഡി. 98 ഓപ്ഷൻ എ. 99 ഓപ്ഷൻ സി. 100 ഓപ്ഷൻ സി. ഓക്കെ, താങ്ക് യു.